ഓ മാൻ, ഉച്ചയ്ക്ക് ബിരിയാണി ഞാൻ പോകാന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കാട്ട വെയിൽ, ഒന്നും കാണാൻ പോലും പോയി. അത്ര വെയിൽ, സൂര്യപ്രകാശം അടിച്ചിട്ട് കറുത്തു പോകുമെന്നാണ് സംശയം. ഈ കാട്ട വെയിലത്ത് ടിഫർ പിടിച്ച് തുള്ളിച്ചാടി എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ ശരത്തേട്ടൻ പോണത് മെസ്സിലോട്ടാണ്. ഞാനും കൂടെ ഉണ്ട്, പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട്. രണ്ടുപേരെ മുഖം കാണിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ കമ്പനി ബസ്. ശരത്തേട്ടൻ്റെ കയ്യിലെ ടിഫണിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് സലാഡാണ്. ശരത്തേട്ടൻ തന്നെ ഉണ്ടാക്കിയ സലാഡ്. ബസ്സിനകത്ത് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ശരത്തേട്ടൻ പോയി ഫുഡും വാങ്ങിച്ച് നേരെ വന്ന് 2-3 ഐസ്ക്രീമൊക്കെ എടുത്ത് കൈ വെച്ചേക്കുന്നു. പോകുമ്പോൾ ഒരു ഐസ്ക്രീം ശരത്തേട്ടൻ്റെ നിന്ന് എനിക്ക് വാങ്ങണം. ഞാൻ റൂമിൽ നിന്ന് പോരുമ്പോൾ നാട്ടിൽ നിന്ന് സുമിൻ കൊണ്ടുവച്ച മാങ്ങേച്ചാറുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത്. അതാണ് ആ കവറിൽ കാണുന്നത്. ഫുഡ് കൊണ്ട് വെച്ചപ്പോൾ തന്നെ അവരെല്ലാം കഴിപ്പും തുടങ്ങി. ഞാനാണെങ്കിൽ തൊട്ടതുപോലുമില്ല. അതുകൊണ്ട് സലാഡും അച്ചാറും ഒക്കെ എൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാനും കഴിക്കാൻ പോവുകയാണ് കേട്ടോ. സലാഡും കൊള്ളായിരുന്നു, അച്ചാറും കൊള്ളായിരുന്നു, ബിരിയാണിയും കൊള്ളായിരുന്നു. ഇപ്പം പ്ലേറ്റും കാലിയായി. ഫുഡും കഴിഞ്ഞ് എൻ്റെ ഒരു ഐസ്ക്രീമും കഴിഞ്ഞ്. ഇനി എൻ്റെ ലക്ഷ്യം ശരത്തേട്ടൻ്റെ ഇരിക്കുന്ന ഐസ്ക്രീമാണ്. ഇനി പ്ലേറ്റ് ഉണ്ടോയെന്ന് വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് ഇനി ശരത്തേട്ടൻ്റെ ഇരിക്കുന്ന ഒരു ഐസ്ക്രീമിന് വാങ്ങണം. ഐസ്ക്രീം തന്നെങ്കിൽ അപ്പിപ്പാവം കിട്ടുമെന്ന് ശരത്തേട്ടൻ അറിയാം. പാവം കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശരത്തേട്ടൻ എനിക്ക് ഐസ്ക്രീം തന്നു. ഐസ്ക്രീമും കുടിച്ച് നൈസായിട്ട് നടന്ന് റൂമിലോട്ട് പോയി നൈസായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.